ആദ്യമായിട്ട് ഞാൻ എന്റെ പ്രിയ സുഹൃത്ത്, എന്നെ സാക്ഷരത്തിലേക്ക് എത്തിച്ച പ്രിയ സുഹൃത്ത് സീമയ്ക്കും എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും +1 +2 വേറെ അധ്യാപകരായിരുന്നു. ആ അധ്യാപകർക്കും എന്റെ +1 +2 ഞങ്ങളുടെ സാക്ഷരതാ പ്രേരകയായ സിന്ധു ടീച്ചർക്കും എന്റെ പ്രിയ സഹപാഠികൾക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിച്ചുകൊണ്ടാണ് എന്റെ അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അത് നിങ്ങളെല്ലാവരും കാണണം, അതിന് അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്കും ഒരു സന്തോഷമുള്ളൊരു പ്രചോദനമാണ് ഞാൻ ഈ പറയുന്ന വീഡിയോസ്. നിങ്ങൾ കണ്ടില്ലെങ്കിലും കുറെ ലെങ്ത്തുള്ള വീഡിയോ ആണ്, കേട്ടെങ്കിലും അതിന്റെ ഒരു മറുപടി എനിക്ക് തരണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇവിടെ പറയാൻ പോണ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമുക്കൊരു പരിപാടി കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ആ സംഭവം അല്ല പറയുന്നത്, ഇത് എന്റെ സ്വന്തമായൊരു കാര്യമാണ്. നിങ്ങൾക്കുമാകാം വിദ്യാർത്ഥികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്കും പഠനം നിർത്തിപ്പോയവർക്കും തോറ്റു നാണക്കേട് ആയിട്ട് പിന്നെ പഠിക്കാൻ പോവാത്തവർക്കൊക്കെ ആയിട്ട് ഉള്ളൊരവസ്ഥ ഉണ്ടായ കാലങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് എനിക്കെന്ന് വെച്ചാൽ 88 10ാം ക്ലാസ് തോറ്റതാണ്. കണക്കെന്ന് വെച്ചാൽ എനിക്ക് തീരെ ഒരു ഇഷ്ടമില്ലാത്തൊരു വിഷയമായിരുന്നു. മാഷക്കത് കുറെ അടിയിട്ടുണ്ട്, ക്ലാസ് കിടത്തി ചിരിച്ചിട്ടൊക്കെ വർത്താനം പറഞ്ഞിട്ടൊക്കെ. ആ മാഷ് ഇപ്പോഴുണ്ട്, ഞാൻ മാഷെ കാണാൻ പോവാറൊക്കെ ഉണ്ട്. അതല്ല നമ്മളൊരു കുറ്റം. അങ്ങനെ ഇപ്പൊ നമ്മള് ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങനെ പിന്നെ അപ്പൊ എനിക്കന്ന് സ്കൂളില് പോകാനൊക്കെ കൊതിയായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കൂലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങനെ ആയിരിക്കും പഠിച്ചാൽ വിധിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഈ സാക്ഷരതാ സംഭവം നമ്മള് സ്കൂൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഉടനെ ചേരാന്ന് പറഞ്ഞ്, അപ്പൊ എന്നെ നമ്മുടെ സുഹൃത്ത് സീമ എന്ന് പറഞ്ഞത് ചേറ്റുവല്ലുള്ളതാണ്, അവളെന്നെ ചേർത്തിയെന്ന് വെച്ചാൽ തളിക്കുളം ഹൈസ്കൂൾ ഉണ്ടല്ലോ, തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഹൈസ്കൂളിലാണ് സൺഡേ ഞായറാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ, സെക്കൻഡ് സാറ്റർഡേ. അതിന് വേറെ അധ്യാപകർ വരും. ഞങ്ങൾക്കന്ന് 10ാം ക്ലാസ്സിൽ ഞാൻ ചേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് ഫണ്ടൊക്കെ തരുംട്ടാ, നമുക്ക് ഫ്രീ ആണ്. ടെക്സ്റ്റ് ബുക്ക് തരും, നോട്ട് ബുക്ക് പേനയും മാത്രം മതി. നമ്മൾ ഇടുന്ന പേര് ചോറും മാത്രം. ഞാനെന്ന് വെച്ചാൽ നോട്ട് ബുക്ക് മേടിച്ച് അതിന് ചൊട്ടിട്ട് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പുതിയ ബാഗ് മക്കൾ വാങ്ങിച്ചെന്ന്, മക്കളൊക്കെ അപ്പോഴത്തേനും ജോലിക്കാരായിട്ടാ. പിന്നെ പുതിയ ചെരുപ്പ് വാങ്ങിച്ചെന്ന്. അപ്പൊ ഞാൻ 88 പഠനം നിർത്തിയാണല്ലോ. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ പഴയ 10ാം ക്ലാസ് വരെയൊക്കെ ഒരു കൂട്ടായ്മയിൽ ഞാൻ ചെന്ന് പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കൂട്ടുകാരൊക്കെ കൂടി ഏടേത്. പണ്ടത്തെ കാലത്തൊന്നും ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരെ പറ്റി ആരെ പറ്റി ഒരു വിവരങ്ങൾ അങ്ങോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്റെ സുഹൃത്തുക്കൾ മുഖേന ഞാൻ നമ്മളൊരു ഗ്രൂപ്പ് 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ കയറി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് ഓർമ്മച്ചപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ ഉള്ളത്. സജീവമായിട്ടൊക്കെ ആ ഗ്രൂപ്പൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ ചെന്നപ്പോ ആ ഗ്രൂപ്പില് ഈ സാക്ഷരത പഠിപ്പിക്കണ ഒരു പ്രേരക ഉണ്ടായി. അവരെ മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരാൾ, അത് പഞ്ചായത്തിലുള്ളതാണ്. നമ്മളൊരു കൂട്ടുകാരി തന്നെയാണ്, സീമ എന്ന് പറയും. അങ്ങനെ നമ്മൾ ആ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ ഈ സാക്ഷരത എന്നുള്ള സംഭവം എന്റെ വിചാരം അത്രക്ക് വിവരമുള്ളൂന്ന് മനസ്സിലാക്കിയാൽ മതി. സാക്ഷരത എന്ന് പറയുന്നത് നമുക്ക് പ്രായമായ അമ്മാമ്മമാര്, അച്ചാച്ചന്മാര്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അക്ഷരങ്ങൾ പഠിപ്പിക്കുക, അവർക്ക് ഒപ്പിടാൻ പഠിപ്പിക്കുക, എന്തെങ്കിലും തറാപ്പറന്ന് വായിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ഒരു സംഭവമാണ് ഈ സാക്ഷരത എന്നാണ് എന്റെ വിചാരമായിരുന്നത്. ഈ ഗ്രൂപ്പിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളെ പോലുള്ളവർക്കൊക്കെ പഠിക്കുക, തോറ്റവർക്ക് പഠിക്കുക, പഠനം നിർത്തിയവർക്ക് പഠിക്കുക എന്നൊക്കെ ഉള്ള ഇത് വന്നത്. അങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ചോദിച്ച്, തോറ്റവർക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ കൂട്ടുകാരി സീമ എന്ന് പറയുന്നത്. അപ്പൊ ആരും പറയുന്നില്ല നാണക്കേട് തോറ്റവർക്ക് വിളിച്ചൊക്കെ. നമുക്ക് പിന്നെ നാണക്കേടൊന്നുമില്ലല്ലോ. നമ്മൾ പറഞ്ഞു, അല്ല എനിക്ക് പഠിക്കാം, ഇഷ്ടമാണ്, എന്താണ് സംഭവം എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ ചേർന്നു. എന്നെ ആദ്യം സ്കൂളിൽ കൊണ്ടാക്കി തന്നത് മോളും മരുമോനാണ് കേട്ടാ. അന്ന് മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ട് ചേർത്തി. അപ്പൊ നമ്മൾ പുതിയ ഒരു പഠന ക്ലാസ്സിലേക്ക് ചെല്ലണം. പുതിയ ക്ലാസ് മുറികള്, പുതിയ ബുക്കുകള്, പുതിയ അധ്യാപകര്, ക്ലാസ് റൂം, ഫ്രണ്ട്സുകള്, ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പൊ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അത്രക്കൊരു ഇതില്ലല്ലോ. അപ്പൊ പുതിയ നമ്മളെ പ്രായത്തും നമ്മളെ താഴെയുള്ളവരും നമ്മളെ മുതിർന്നവരും
അങ്ങനെയായിട്ട് 10ാം ക്ലാസ് പരീക്ഷ ചെയ്തു. 9 വിഷയമായിരുന്നു എനിക്ക് പഠിക്കാനിട്ടാ 10ാം ക്ലാസ് സാക്ഷരത. അങ്ങനെ ഞാൻ പഠിച്ച് 2022 തോന്നുന്നുണ്ട്, 22 23 എക്സാം വരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതിന്റെ സർട്ടിഫിക്കറ്റ് ആണത്. അങ്ങനെ 10ാം ക്ലാസ്സിൽ 9 വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മാത്സ് ഭയങ്കര പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് പഠിച്ച് ജയിക്കണം, നമ്മളൊക്കെ ഇതിൽ നിന്നതല്ലേ. അങ്ങനെ ഞാൻ മാത്സിനെ പ്രണയിച്ചു. സാക്ഷരത പഠിക്കുമ്പോൾ മാത്സിനോട് ഒരു പ്രണയം വന്ന്, മാത്സ് പഠിപ്പിക്കുന്ന സാറിനോട് വന്നതിന് ഇഷ്ടം വന്നു. പാവം മാഷിട്ട ദിനേശ മാഷ് എടമുട്ടത്തുള്ളതാണ്. അങ്ങനെ ഞാൻ മാത്സിൽ എനിക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിയും. അങ്ങനെ ആ വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ഞങ്ങളെ വാർഡിൽ, പഞ്ചായത്തിൽ വാർഡിൽ ഞങ്ങൾ അന്നത്തെ മെമ്പർ ഉണ്ടായി റസീനസ് ഷാബുലമീദ് മൂപ്പര് ഞങ്ങളെ പഞ്ചായത്തിൽ വെച്ച് പഞ്ചായത്തിലുള്ളവരെല്ലാവരും കൂടി ഈ മെമ്പർ എനിക്ക് നല്ല മൂവ്മെന്റൊക്കെ തന്ന് എന്നെ ആദരിച്ചു. പിറ്റത്തെ വർഷം എന്ന് പറയുന്നത് +1 ചേർന്നിരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ മരിച്ചതും പിന്നെ മോളുടെ പ്രസവം. അങ്ങനെ ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ മിസ്സായി. അപ്പൊ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ ചില സുഹൃത്തുക്കൾ വന്നില്ല 11ാം ക്ലാസ്സിലേക്ക്, +1ലേക്ക് പുതിയ സുഹൃത്തുക്കൾ വന്ന്, പുതിയ ടീച്ചർമാര് വന്ന്. അങ്ങനെ +1 ഞാൻ എഴുതിയെടുത്ത്. +1 എഴുതിയെടുത്ത് എനിക്ക് ഇതാ ഫുൾ നല്ല പാസോട് കൂടി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അത് ഏത് വർഷം 2024. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് +2 ചേർന്ന് അന്ന് 6 വിഷയം ഉണ്ടായുള്ളൂ +2 +1 അങ്ങനെ അത് +1 ടീച്ചർമാർ തന്നെ +2 ഉണ്ടായിരുന്നു. പിന്നെ +2 ക്ലാസ്, +2 എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിട്ടാ. നല്ല ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഒരുപാട് പേർക്ക് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും എങ്ങനെ പഠിക്കും, എന്താണ് പോയാൽ എന്താണ് നാണക്കേട് എന്താണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്കുണ്ട്. ഒരു നാണക്കേടും വിചാരിക്കേണ്ട, നല്ല അഭിമാനത്തോടു കൂടി പഠിക്കുക. പിന്നെ എനിക്ക് ഡിഗ്രിക്ക് പോകണമെന്നും LLBക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയില്ല. പോകണമെന്നൊക്കെ എപ്പോഴും മനസ്സിലുണ്ട്. പഠിക്കണം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് പഠനം എന്ന് വെച്ചാൽ നമുക്ക് അതൊരു കടലാണല്ലോ. എത്ര പഠിച്ചാലും മതിയാവില്ല, അത്ര അറിഞ്ഞാലും അറിവ് കിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും പഠിക്കുക. അപ്പൊ ഞാൻ 10ാം ക്ലാസ്സിൽ ചേർന്നതിലും ഒരു 5-8 മാസം മുന്നാണ് ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ 10ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ ഞാൻ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നിങ്ങൾക്കൊക്കെ അതിൽ മുഖം കാണിക്കണോന്ന് ചോദിച്ചിട്ടുണ്ട്.